നമസ്കാരം. ഇനി ആർക്കെങ്കിലും ആ ശ്രീലേഖയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടോ? ഇരയ്ക്കൊപ്പവും സ്ത്രീപക്ഷ നിലപാടുമാണെന്ന് മനസ്സിലായല്ലോ. ഉള്ളിലെ ജാതിബോധത്തെക്കുറിച്ചും സവർണരാണെങ്കിൽ അതിലുള്ള ചെറുപ്പക്കാർ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അതിനോടൊപ്പം നിൽക്കാനുള്ള വിശാല മനസ്കത, അത് ദിലീപ് നായരുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ രാഹുൽ നായരുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ആ ശുഷ്കാന്തി ആരും കാണാതെ പോകരുത്. ശാസ്തമംഗലത്ത് മത്സരിക്കുന്നവർ മുൻ DGP ആയിട്ടുള്ള വനിതയുടെ സ്ത്രീപക്ഷ നിലപാട് നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റ പീഡനത്തെ സംബന്ധിച്ച് പോലീസിൽ പരാതി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും കാലം ആ പീഡനം ചെയ്ത വ്യക്തിയെ അല്ലെങ്കിൽ ആ പീഡകനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിവതും അവർ സഹിച്ചു. പക്ഷേ പുറത്തുനിന്ന് അവരെ അപമാനിച്ചുകൊണ്ട് PR ടീമിനെ ഉപയോഗപ്പെടുത്തി ഫോട്ടോഷൂട്ടുകൾ സിനിമാ നടിമാരോടൊപ്പം നടത്തി ആ മുറിവേറ്റ സ്ത്രീയെ കൂടുതൽ വ്രണപ്പെടുത്തി ഒടുവിൽ സഹികെട്ട് അവർ പരാതിയുമായി വരുമ്പോഴാണ് ശ്രീലേഖ മാഡത്തിന്റെ ആ പോസ്റ്റ് പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ട് പീഡന പരാതി നൽകാൻ ഇത്ര വൈകിയത്രേ? സ്വന്തം മകളോടാണ്, മകളുണ്ടാന്ന് അറിയില്ല, മകളോടാണ് രാഹുൽ മാങ്കൂട്ട ഇത് കാണിച്ചെങ്കിലും മകളോട് ചോദിച്ചേനെ, നീ എന്ത് പരാതി കൊടുക്കാതിരുന്നേ എന്ന് ചോദിച്ചേനെ. കാര്യം ആദ്യഘട്ടത്തിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരുത്തൻ സ്വന്തം മകളോട് ഇത് കാണിച്ചു എന്ന് അറിഞ്ഞാൽ നമ്മുടെ DGP മാഡം ആദ്യം ചെയ്യുന്നത്, അത് രാഹുൽ മാങ്കാണ്ടിയാണെങ്കിൽ പോയി അവനൊരു ഉമ്മ കൊടുക്കും, ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. എൻ്റെ മോളെടുത്ത് നീ ഇത് കാണിച്ചല്ലോ, മിടുക്കനാണ് നീ എന്നായിരിക്കും ആദ്യം ഇവർ അവരെ അഭിനന്ദിക്കുക എന്ന് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഇനി വേറെ ഏതെങ്കിലും വീട്ടിൽ നടന്നപ്പോൾ DGP ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീ പീഡനമേറ്റ് കഴിഞ്ഞാൽ അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മടിക്കാതെ എപ്പോഴായിരുന്നെങ്കിലും പുറത്തേക്ക് പറയണം. ഇപ്പോൾ കുറച്ച് വൈകിയെങ്കിലും ചെയ്തതിനൊപ്പം നിൽക്കാതെ ആദ്യം അവർ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, എന്താണ് തൻ്റെ മനസ്സെന്നും തൻ്റെ നിലപാട് എന്താണെന്നും പീഡകന്മാരോടൊപ്പം നിൽക്കുന്നത് തനിക്കൊരു കുളിരാണെന്നും ദിലീപിന് പുറമെ രാഹുൽ മാങ്കാണ്ടി വിഷയത്തിൽ കൂടി മാഡം തെളിയിച്ചിരിക്കുകയാണ്. മാഡത്തിൻ്റെ പോസ്റ്റ് നിങ്ങൾ കേൾക്കണം. ഒരാളുടെ ഉള്ളിലുള്ളത് എന്താണ്, അതാണ് ആദ്യമേ പുറത്തു വരുന്നത്. ഈ പോസ്റ്റ് കേൾക്കുമ്പോൾ ആ ശാസ്തമംഗലത്തുള്ള സ്ത്രീകളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ പീഡിപ്പിക്കാൻ വരുന്നത് ഒരു സവർണനാണെങ്കിൽ, അവൻ ഒരു മുന്നോക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരാതി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് സ്ത്രീകളോട് ചോദിക്കുന്ന മനോഭാവമാണെന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥ. എന്തായാലും നാട്ടുകാർ കേൾക്കേണ്ട ആ പോസ്റ്റ് ദേ ഇങ്ങനെയാണ്. ആദ്യം ഇട്ട പോസ്റ്റ് മുക്കി. ആ പോസ്റ്റ് ദേ ഇങ്ങനെയാണ്: ഇത്രനാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ല? ഇപ്പോൾ എന്തിന് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി? പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിനോ? അതോ ശബരിമലയിൽ സ്വർണക്കൊള്ളയിൽ വമ്പന്മാരായ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനോ? കേട്ടില്ലേ? ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടത് പുറത്തുനിന്ന് അവഹേളിച്ച് PR ടീമിനെ ഉപയോഗപ്പെടുത്തി അവരെ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപം തുടരുന്നതിനിടയിലാണ് അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ തയ്യാറായത്. അത് ഒരു DGP ആയിട്ടിരുന്ന വ്യക്തിയുടെ കണ്ണിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, ഏത് ഹൈക്കോടതി നേരിട്ട് അന്വേഷിക്കുന്ന കേസ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണത്രേ. ഇങ്ങനെ ആയിരിക്കണം ഒരു DGP. സർവീസിൽ ഇരുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് മുന്നിലേക്ക് ഇത്തരം പരാതികളുമായിട്ട് വന്ന സ്ത്രീകളുടെ അവസ്ഥ നമുക്കിപ്പോൾ ആലോചിച്ച് പരിതപിക്കാം. ഇങ്ങനെയുള്ള മണ്ടപോയ കെടുതികളാണ് നമ്മുടെ നാട്ടിൽ ആരായിരുന്നത്, DGP ആയിരുന്നതെന്ന് ആലോചിക്കുക. ഇവരെയൊക്കെയാണ് കൊണ്ടുവന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ പിന്നാലെ അപകടം ആർക്ക് മണത്തു? സംഘപരിവാറിന് മണത്തു. അങ്ങനെയാണ് ഒന്ന് ഉറക്കെ നിലവിളിച്ചു. ആര്? രായു മുതലാളി. ശ്രീലേഖയെ. ഉടനടി പോസ്റ്റ് മാറി. എന്തായി? ഞാൻ ഇപ്പോഴും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം മാത്രം. ഇത്രനാൾ അവൾ എന്തുകൊണ്ട് പരാതി നൽകിയില്ല, ഇത്രനാൾ എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്ന ദുഃഖം മാത്രം. ഇപ്പോൾ എന്തിന് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്ന ആശങ്ക മാത്രം. പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിനോ? അതോ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയിൽ വമ്പന്മാരായ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനോ? എന്ത് ബോധ്യപ്പെടുന്നുണ്ട്? ശബരിമല വേറെ, ഒരു യുവതിയുടെ അഭിമാനം വേറെ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയാണല്ലോ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ആ നിയോഗിച്ചിരിക്കുന്നവരുടെ ഭാഗമായിട്ട് അത് നടക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ വിഷയം കത്തി നിൽക്കണമായിരുന്നു. ആ സന്ദർഭത്തിനിടയിൽ രാഹുൽ നായർ എന്നുള്ളൊരു സവർണൻ ചെയ്ത പ്രവൃത്തിയൊക്കെ വന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു കുട്ടി? അതൊക്കെയാണോ വേണ്ടത്? ഇതൊക്കെ സഹിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഒരു DGP ആയിട്ടുള്ള എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ് കോംപ്രമൈസ് ആക്കി തന്നേനല്ലോ, അവൻ്റെ ഒന്ന് വല്ല വാങ്ങിച്ച് തന്നേനായിരുന്നല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കെടുതികൾ. ഇവരെയാണ് ഒരു നാടിൻ്റെ സംരക്ഷകർ അല്ലെങ്കിൽ ഒരു വാർഡിൻ്റെ സംരക്ഷകയായിട്ട് കൊണ്ടുവന്ന് നിയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എടുത്ത് തൂത്ത് ദൂരെ എറിയേണ്ടതാണ്. ഈ പഠിക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ കാണാതെ പഠിക്കാൻ കഴിവുള്ള ചില കെടുതികളൊക്കെ ചില പദവികളിൽ വരും. അങ്ങനത്തെ ഒരു മുഖമാണ് ഈ കാണുന്നത്. അല്ലാതെ
യാതൊരംശം പോലും യുക്തിചിന്തയോ ഒരു സ്ത്രീക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പീഡനത്തിനിരയായി അതിനുശേഷവും നിരന്തരമായി അവർ ആക്രമിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ധൈര്യത്തോടു കൂടി വന്ന് അവർ പരാതി കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ എന്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി? അതായത് കേരളത്തിലെ കോൺഗ്രസ്സുകാരും ചിലരും പറയുന്ന കാര്യത്തെ ഏറ്റുപാടുകയാണ്. അപ്പോൾ മനോഭാവം മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കുറെ കെടുതികൾ. പണ്ടത്തെ കാലഘട്ടത്തിൽ മത്സര പരീക്ഷകൾ ഇല്ലാതിരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ചില IPS ഒക്കെ നേടി വന്നത്, അതൊക്കെ ഈ നാടിന് എത്രമാത്രം ബാധ്യതയാണെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതാണ്. ഈ ബാധ്യതകളെ വീണ്ടും വീണ്ടും ഒരു പദവിയിലേക്ക് എടുത്ത് നിയോഗിച്ചാൽ എത്രമാത്രം ജനങ്ങൾ ബുദ്ധിമുട്ടും. അർഹതപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇവരടുത്ത് ചെല്ലുമ്പോൾ ഇവരെന്ത് മറുപടിയായിരിക്കും പറയാൻ പോകുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് 1 മണിക്കൂറിനിടയിൽ ഇട്ട ഫേസ്ബുക്ക് കുറിപ്പ് 2 തവണ മുക്കേണ്ടി വന്നത്. അത് നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇമാതിരി മാലിന്യങ്ങളെ നമ്മുടെ പൊതുമധ്യത്തിലേക്ക് വരാതെ ജാഗ്രത പുലർത്തേണ്ടത് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മാത്രമേ പറയാനുള്ളൂ.